വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ദ ആസ്ട്രോണമർ എന്ന പോയാണ്. ഐ ഓൺലി സെഡ് when in the evening the round full moon get entangled among the branches of that datum tree. Couldn't somebody catch it? പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടീൻ്റെ സംശയത്തോടു കൂടിയാണ്. ആ കുട്ടി ചോദിക്കുന്നുണ്ട്, മൂണ് ഡാഡം ട്രീൻ്റെ ബ്രാഞ്ചസിൽ കുടുങ്ങി പോവില്ലേ, അങ്ങനെ കുടുങ്ങിപ്പോയാൽ ആരെങ്കിലും ആ മൂണിനെ പിടിക്കില്ലേ എന്നുള്ളത് സംശയത്തോടു കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഡാഡ ലാഫ് അറ്റ് മീ ആൻഡ് സെറ്റ്, ബേബി യു ആർ എ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ. ദ മൂൺ ഈസ് എവർ സോ ഫാർ ഫ്രം അസ്, ഹൗ കുഡ് എനിബഡി ക്യാച്ച് ഇറ്റ്? ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ പറയുന്നത് അവളുടെ ബ്രദറാണ്. ബ്രദർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവൾ എത്ര സില്ലിയാണ്. പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, മൂൺ ഇവിടെ അടുത്തൊന്നുള്ളതല്ല, മൂണ് കുറേ ദൂരമുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആർക്കും അതിനെ പിടിക്കാൻ പറ്റില്ല എന്ന് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് കുട്ടീൻ്റെ ഇമാജിനേഷൻ, ആ ചെറിയ കുട്ടീൻ്റെ ഇമാജിനേഷനും എൽഡർ ബ്രദറിൻ്റെ പ്രാക്ടിക്കൽ നോളേജുമാണ്. ഐ സെഡ്, ഡാഡ ഹൗ ഫൂളിഷ് യു ആർ വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹെർ വിൻഡോ ആൻഡ് സ്മൈൽസ് ഡൗൺ അറ്റ് അസ് പ്ലേയിങ്. വുഡ് യു സേ ഷീ ഈസ് ഫാർ അവേ? ആ കുട്ടിക്ക് അവളുടെ ബ്രദർ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും കൺവിൻസിങ് ആയില്ല. അവൾ വീണ്ടും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഡാഡയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. പിന്നെ മൂണിനെ മദറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അമ്മ അവരുടെ വീടിൻ്റെ വിൻഡോ കൂടി അവരെ നോക്കുന്ന സമയത്ത്, അവരെ നോക്കി ചിരിക്കുന്ന സമയത്ത് അമ്മ ദൂരെയായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ് അതിനുള്ളൊരു മറുപടിയായിട്ട് ഈ കുട്ടി ചോദിക്കുന്നത്. അവർ താഴെ നിന്ന് കളിക്കുന്ന സമയത്ത് അമ്മ മുകളിൽ നിന്ന് വിൻഡോ കൂടി ഇവരെ നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ്, മൂണും അവരുമായിട്ടുള്ള ആ ഡിഫറൻസ് അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി പറയുന്നത്. ഇതിലൂടെ പറയുന്നത് കുട്ടീൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ റീസണിങ് ആണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഡാഡ കുറച്ചും കൂടി സയൻറ്റിഫിക് ഐഡിയാസ് ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റിൽ ഡാഡ സെഡ്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ് ബേബി, വോ കുഡ് യു ഫൈൻഡ് എ നെറ്റ് ബിഗ് ഇനഫ് ടു കാച്ച് ദ മൂൺ? ഐ സെഡ്, ഷുവർലി യു കുഡ് ക്യാച്ച് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്. ഡാഡ പിന്നെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇമ്പോസിബിൾ ആണ്, മൂണിനെ ക്യാച്ച് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പിന്നെ കുറച്ചും കൂടി ലോജിക്കലായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു മൂണിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ട്രൈ ചെയ്താൽ എവിടുന്ന് അത്രക്കും വലിയ നെറ്റൊക്കെ കിട്ടുക പിടിക്കാൻ പാകത്തിനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി പറയുന്നത് അതിനുള്ളൊരു മറുപടി ആയിട്ട്, കൈക്കൊണ്ട് വരെ നമുക്ക് മൂണിനെ പിടിക്കാൻ പറ്റും, അതിന് വലിയ നെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. ബട്ട് ഡാഡ ലാഫ് ആൻഡ് സെറ്റ്, യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് നോൺ. ഇഫ് ഇറ്റ് കെയിം നിയറർ യു വുഡ് സീ ഹൗ ബിഗ് ദ മൂൺ ഈസ്. കുട്ടി പറഞ്ഞതിനുള്ള ഒരു മറുപടി ആയിട്ട് ഡാഡ പറയുന്നുണ്ട്, മൂൺ നമ്മൾ അടുത്തേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും അത് എത്രത്തോളം ബിഗ് ആണെന്നുള്ള കാര്യം, എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം. അതിനെ ബെയർ ഹാൻഡ്സിനോടൊന്നും പിടിക്കാൻ കഴിയില്ല, നെറ്റ് യൂസ് ചെയ്താൽ പോലും പിടിക്കാൻ പറ്റില്ല, അത്രക്കും വലുതാണെന്നുള്ള കാര്യം ഈ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഐ സെഡ്, ഡാഡ വാട്ട് നോൺസെൻസ് ദ ടീച്ച് അറ്റ് യുവർ സ്കൂൾ വെൻ മദർ ബെൻ ഹെർ ഫേസ് ഡൗൺ ടു കിസസ് ഡസ് ഹെർ ഫേസ് ലുക്ക് വെരി ബിഗ്? ബട്ട് സ്റ്റിൽ ഡാഡ സേസ്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. അതിന് കുട്ടി പറയുന്നത്, എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് നിന്നെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്? വീണ്ടും ഈ കുട്ടി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മൂണിനെ അമ്മയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് എക്സാമ്പിൾ പറയുന്നത്. അമ്മ നമ്മളെ മുഖത്ത് ഉമ്മ വെക്കാനായി കുനിയുന്ന സമയത്ത് അമ്മൻ്റെ മുഖം വലുതായി കാണുന്നുണ്ടോ? അമ്മയുടെ മുഖം വലുതാവാതെ പിന്നെ എങ്ങനെയാണ് മൂണിൻ്റെ മുഖം മാത്രം വലുതാവുക? അമ്മ ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്തും വലുതായി കാണുന്നില്ല, താഴത്തേക്ക് കുനിഞ്ഞു വരുന്ന സമയത്തും വലുതായി കാണുന്നില്ല, പിന്നെ എങ്ങനെ മൂണിന് മാത്രം ഒരു മാറ്റം വരിക? ഇങ്ങനെയാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.